ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുട്ടു മിക്സാണ്. തട്ടുകടയിലെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. പുട്ടു മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 3 കഷ്ണം പുട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണമെന്നില്ല. പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ടല്ലോ. മസാല നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല അധികം ഡ്രൈ ആവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് പുട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 3 പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ കൈമിൽ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവി ആഡ് ചെയ്യുമ്പോൾ ഈ മസാല പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 2 വലിയ സ്പൂണ് ഗ്രേവി ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ്റെ ഗ്രേവിയാണ് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ്റെ ഗ്രേവി ഇല്ലെങ്കിലും സാരമില്ല, അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ചിക്കൻ്റെ ഗ്രേവി ചേർക്കുമ്പോൾ നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ഒരു സെയിം ടേസ്റ്റാണ് കിട്ടുന്നത്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലെഫ്റ്റ് ഓവർ വന്ന പുട്ടിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് റെഡിയാക്കിയെടുത്താൽ കുട്ടികൾക്കും സന്തോഷമാവും. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി വിതറി കൊടുത്തിട്ട് നമുക്ക് മസാലപ്പുട്ട് സെർവ് ചെയ്യാനെടുക്കാം.
റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.